Hello everyone, welcome back to my channel The 1989. ഇന്ന് ഞാൻ ഒരു രണ്ട് പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുഞ്ഞ് ന്യൂ ബോൺ ബേബീസിനൊക്കെ ഉടുപ്പുകളും ക്രാഡിൽ ക്ലോത്തുകളും ക്രാഡിൽ ബാസ്ക്കറ്റുകൾ പിന്നെ അതുപോലെയുള്ള എന്താ പറയുക വെറൈറ്റി ഓഫ് ഐറ്റംസൊക്കെ ചെയ്ത് കൊടുക്കുന്ന, അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു 2 weeks കൊണ്ട് മാക്സിമം നിങ്ങളൊരു ഓർഡർ കൊടുത്താൽ 2 ആഴ്ച കൊണ്ട് ചെയ്ത് തരുന്ന ഒരാളെ പറ്റിയിട്ടാണ്. ഐഷ എന്നാണ് ആ കുട്ടിയുടെ പേര്. അവൾ ക്രാഫ്റ്റ് ഹുക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതുപോലെയുള്ള ഹാൻഡ് എംബ്രോയിഡറീസ് ഇതൊക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പം ഐഷ എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പം ഐഷേൻ്റെ വർക്ക് ഞാൻ വാങ്ങി എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ ഒരുപാട് നല്ല റിവ്യൂസ് മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഓർത്ത് നിങ്ങൾക്കും കൂടിയും ആ ഒരു കാര്യം ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പം ഐഷയുടെ ക്രാഫ്റ്റ് ഹുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും പിന്നെ അതുപോലെയുള്ള ഐഷ ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മേലായിട്ട് അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ചെയ്ത കുറച്ച് വർക്കുകളുടെ പിക്ചേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നല്ല മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ എന്താ പറയുക, സോഫ്റ്റ് കോട്ടൺ ബേബീസിനൊക്കെ പറ്റുന്ന ടൈപ്പ് അലർജി ഒന്നും വരാത്ത സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. മറ്റുള്ളവരിൽ നിന്ന് നല്ല റിവ്യൂ കിട്ടിയൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്രാഫ്റ്റ് ഹുക്കിൻ്റെ ഇൻസ്റ്റാ പേജ് നോക്കണം. അതുപോലെ തന്നെ ഓർഡേഴ്സൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഐഷേനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിരിക്കണം. ഐഷയുടെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേക്ക് വാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ പേജുള്ളൊരു ടീമാണ്. അവർ ഹോം മെയ്ഡ് കേക്ക്സാണ്. ഷീസ് പ്രൊഫഷണലി ബേക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. പുഡിങ്സ്, അതേപോലെ എന്താ പറയുക, കേക്ക്സ്, കപ്പ് കേക്ക്സ്, പിന്നെ ഈ ബർത്ത്ഡേക്കും പിന്നെ അതേപോലെ നമ്മുടെ ബേബി ഷവറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തീമായിട്ട് കേക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാറില്ലേ, അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പം ആ തീമിനെ ബേസ് ചെയ്തിട്ട് കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ്. അപ്പം കേക്ക് വാക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഞാൻ അതുപോലെ അവർ ചെയ്ത കുറച്ച് വർക്കുകളും ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ കേക്കിൻ്റെ ഫോട്ടോസും ഒക്കെ ഞാൻ ഇട്ട് തന്നേക്കാം. അടിപൊളി ടേസ്റ്റാണ്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്യുന്ന ഒരാളാണ്. റേറ്റും എനിക്ക് അത്ര വലിയ റേറ്റായിട്ട് തോന്നിയിട്ടില്ല. 2 പേരുടെ റേറ്റും എനിക്ക് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതിന് വെച്ച് സെയിം ആയിട്ടൊക്കെ തന്നെ തോന്നിയിട്ടുള്ളൂ. എനിക്ക് ഒട്ടും കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. 2 പേരും ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും കേക്ക് കേക്ക്സിൽ ആഡ് ചെയ്യുന്നൊന്നുമില്ല. കളേഴ്സ് എല്ലാം നാച്ചുറൽ കളേഴ്സാണ് ആഡ് ചെയ്യുന്നത്, ഒന്നും ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നുമല്ല. പിന്നെ അതേപോലെ ക്രാഫ്റ്റ് ഹുക്ക് ആണെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള തുണികളൊക്കെ എടുത്തും ക്വാളിറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ മെറ്റീരിയലും അവർ ഡെലിവർ ചെയ്യുന്നത്. മിനിമം 2 weeks എങ്കിലും ടൈം വേണം ഐഷയ്ക്ക് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ഈ 2 ഇൻസ്റ്റാ പേജുകളും നോക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് തരുന്നത് പോലെ തന്നെ അവർക്കും കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് കേക്കിൻ്റെ റെസിപ്പിയും അതുപോലെ എന്നോട് പുഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായും ഞാൻ ചെയ്യും. അത് ഞാനൊരു 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ട്രീറ്റ് തരുന്ന പോലെ ഞാൻ സ്വീറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള, നമ്മളൊക്കെ ഫംഗ്ഷൻസിന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വെക്കുന്ന ടൈപ്പ് മാഷ്മെല്ലോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മാഷ്മെല്ലോ ഞാനിന്ന് കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള മാഷ്മെല്ലോ ആണ്. നിങ്ങൾക്ക് കളേഴ്സ് മിക്സ് ചെയ്യാതെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് അടിപൊളിയായിട്ട് മാഷ്മെല്ലോ വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് മാഷ്മെല്ലോസ് ആണ്. എല്ലാ മക്കൾക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡിഷാണ് മാഷ്മെല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ മാഷ്മെല്ലോയ്ക്ക് വേണ്ടത്, നമുക്ക് ജെലാറ്റിൻ വേണം. 30 grams ആണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 10 grams ഓരോ പാക്കറ്റാണ്. അപ്പോൾ 30 gram ആണ് നമുക്ക് മൊത്തത്തിൽ ഇത് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 30 gram ഓഫ് ജെലാറ്റിനും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അൺഫ്ലേവേർഡ് ജെലാറ്റിൻ എടുക്കണം കേട്ടോ, ഫ്ലേവേർഡ് എടുക്കരുത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അൺഫ്ലേവേർഡ് ആണ്. ഈ 30 gram ഓഫ് ജെലാറ്റിനും നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം
ചൂടുവെള്ളം, ഒരു അര കപ്പ് ചൂടുവെള്ളം. ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴേക്കും അതൊന്ന് സെറ്റ് ആയിക്കോളും. അപ്പം ഞാൻ ഈ അര കപ്പ് ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിക്കുവാണ്. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് അവിടെ ഇരുന്ന് അങ്ങ് സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഒരു 1 കപ്പോളം ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. പഞ്ചസാര നല്ലപോലെ പൊടിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഒരു 1/2 കപ്പ് ഷുഗർ പൗഡർ നമുക്ക് ആവശ്യമുണ്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ 1/2 കപ്പ് എടുത്തു. അതേപോലെ ഞാൻ 1/2 കപ്പ് കോൺഫ്ലവർ ഓൾറെഡി എടുത്തു വെച്ചതാണ്. അപ്പോൾ ഈ 1/2 കപ്പ് കോൺഫ്ലവറും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെലാറ്റിൻ ഈ മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സായി വരുമ്പോൾ ഈ ജെലാറ്റിനും പിന്നെ ഒരു 1 കപ്പ് ഷുഗറും കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരുമിച്ചൊരു സിറപ്പ് പോലെ എടുക്കണം. അതാണ് നമ്മുടെ മാഷ്മെല്ലോ ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. നമ്മളിനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ 1 കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ഷുഗർ, ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളിത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം അത് ചെയ്യാം. ഞാനിപ്പോൾ 1 കപ്പ് ഷുഗർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ 1 കപ്പ് ഷുഗർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ 1 കപ്പ് ഷുഗറിലേക്ക് ഞാൻ അര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അര കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ മെൽറ്റ് ആവുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു സിറപ്പാണ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് മാഷ്മെല്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്റർ, ഇല്ലെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വേണം നമുക്ക് പറയാം. അപ്പം ഇത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഒരു നൂൽക്കമ്പി പരിവം എന്നൊക്കെ പറയത്തില്ല, അതേപോലെ നമ്മൾ നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ബ്രേക്ക് ആവാതെ നമുക്കിങ്ങനെ ഒരു സ്ട്രിങ് പോലെ ഈ ഒരു സിറപ്പ് കിട്ടുകയാണെങ്കിൽ ഷുഗർ സിറപ്പായി. പിന്നെയാണ് നമ്മൾ ജെലാറ്റിൻ ഡൈല്യൂട്ട് ചെയ്യാൻ വെച്ചത് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജെലാറ്റിനും കൂടി നല്ലപോലെ ഒന്നൊരു 2 to 3 മിനിറ്റ്സ് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് നമ്മളൊരു കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ജെലാറ്റിൻ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ആക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി ഒരു 2 മിനിറ്റ് ചൂടാറാൻ പാടില്ല. നല്ലപോലെ ആ ഒരേ ചെറിയൊരു ചൂടിൽ തന്നെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് നല്ല പ്ലഫി ആയിട്ട് വൈറ്റ് ഇൻ കളറിൽ നമുക്ക് മാഷ്മെല്ലോസ് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളിത് മെൽറ്റായി ജെലാറ്റിൻ ഒഴിച്ച് നല്ലപോലെ ഒന്ന് നമ്മുടെ കൺസിസ്റ്റൻസി സെറ്റായ ഉടനെ തന്നെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്കിത് വേഗം മെൽറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റാണ്. നമ്മൾ ഈ ഷോപ്സിലൊക്കെ പോയിട്ട്, എല്ലാ മോളുകളിലൊക്കെ പോയിട്ട് കുട്ടികൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും, അതേപോലെ ഫംഗ്ഷൻസ് ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡെക്കറേറ്റിംഗ് ആയിട്ട് ടേബിളിൽ വെക്കുന്ന ഒരു സ്വീറ്റൊക്കെ ആയി മാറിയിട്ടുണ്ട് മാഷ്മെല്ലോസ്. അപ്പോൾ പല ഫ്ലേവറിൽ പല കളറിലൊക്കെ നമുക്ക് മാഷ്മെല്ലോസ് കിട്ടും. അപ്പം ഇത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു സാധനമല്ലേ. അപ്പം നമുക്ക് ഇനി പുറത്തുനിന്ന് വാങ്ങാതെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്, നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി ഒന്ന് കുക്കാവണം. ഒന്നൊന്ന് ഒരു ഇത് കണ്ട് ഇപ്പോൾ ബ്രേക്കായി പോകുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ബ്രേക്ക് ആവാത്ത രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം. ഇതിൽ നമുക്ക് എന്ത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ വാനില ഫ്ലേവറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ബ്ലൂ കളറുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ മാഷ്മെല്ലോസ് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ആൻഡ് പിങ്ക് ആക്കാം. വൈറ്റ് കളർ മിക്സ് ചെയ്തില്ലെങ്കിൽ പ്യോർ വൈറ്റ് മാഷ്മെല്ലോസ് കിട്ടും. ഇനി ഫുൾ യെല്ലോ കളറിലോ പിങ്കിലോ ബ്ലൂയിലോ ആണ്, അതിനനുസരിച്ച് ഫുൾ ബാറ്ററിലോട്ട് നിങ്ങൾ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിതിങ്ങനെ ഒഴിക്കുമ്പോൾ ഈ സ്ട്രിങ് കണ്ടോ പൊട്ടാതെ നമുക്ക് ഒറ്റ സ്ട്രിങ് ആയിട്ട് അത് പോകുന്ന രീതിയിൽ കിട്ടണം. അപ്പോഴാണ് ഷുഗർ സിറപ്പ് സെറ്റായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഒരു 2-3 മിനിറ്റും കൂടി നമ്മളിത് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഒഴിക്കുമ്പം ബ്രേക്ക് ആവാതെ കണ്ടോ ഈ നൂല് പോലെ ഇത് പോകുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഇപ്പോൾ കണ്ടോ ഫുള്ള് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതങ്ങ് പൊക്കോളും. അപ്പോൾ നമുക്കിത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പോലെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
നമുക്ക് നല്ല പോലെ പതഞ്ഞു വന്നു കണ്ടോ, ഒരു നൂല് പോലെ പോകുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഇതൊരു 2 മിനിറ്റ് വെക്കാം. അപ്പോൾ നമുക്കിത് ബൗളിലേക്ക് മാറ്റിയിട്ട് 2 മിനിറ്റ് വെച്ചിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം 2 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുത്താലോ. ഞാനിത് പുറത്തേക്ക് കൊണ്ടുവന്ന് ബൗളിലേക്ക് ഇതാ ഒഴിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ലോയിൽ ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് വേണം നമ്മൾ സ്പീഡ് കൂട്ടാൻ. ഞാനിവിടെ ബൗളൊന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം അത് ഭയങ്കരമായിട്ട് പുറത്തേക്ക് തെറിക്കുവാണ്. അപ്പോൾ ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്നത് പോലെ കണ്ടോ, വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് പോലെ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ആ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല ഫ്ലേവർ വേണം, ഏത് ഫ്ലേവർ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ കണ്ടോ, നല്ല റിബൺ പോലെ ഇങ്ങനെ ഫോൾഡായി വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് മോളിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇങ്ങനത്തെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ഇതാണ് പാക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബൗളുകൾ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സിലിക്കൻ്റെ ബൗളുകളൊക്കെ ഉണ്ടെങ്കിൽ, സിലിക്കൺ മോൾഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എളുപ്പമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ഊരിയെടുക്കാൻ പറ്റുന്ന, അതായത് ഇത് പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോൾഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറും ഷുഗർ പൗഡറും ഉണ്ടല്ലോ, അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ബേസ് ലെവലായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം, കാരണം ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നമ്മൾ കേക്കിനൊക്കെ മൈദ തൂവി കൊടുക്കില്ലേ, അതേപോലെ തന്നെ, പക്ഷേ ഇത് കുറച്ചും കൂടി കട്ടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു മാത്രം. കണ്ടോ, ഇതുപോലെ നമ്മൾ നല്ല പോലെ ഒന്ന് ബേസ്മെൻറ്റ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് ഈ മോൾഡിൻ്റെ അകത്തോട്ട് നല്ലപോലെ ഈ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ കണ്ടോ, നിങ്ങൾ ഒഴിച്ചു കൊടുത്ത് കണ്ടോ, ഞാൻ ഏകദേശം ഒരു 2-2.5 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ബാറ്റർ ഇവിടെയുണ്ട്. ഈ ബാറ്ററിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കളർ ഏതാണോ ആ കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ ബ്ലൂ കളറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ബ്ലൂ കളർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇനി ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലൂ കളർ വെച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം, ഈ ബീറ്റർ മാറ്റി വെക്കാം. ബീറ്റർ മാറ്റി വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഈ സ്പൂൺ വെച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നേരത്തെ ആക്കി വെച്ച സാധനം ഇതാണ്, അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിനി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്, എന്നാലേ ഒരു കട്ടിയുള്ള ടോപ്പ് ലെവലായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുമ്പം എല്ലാ ഭാഗത്തേക്കും ഈവൺലി ഇത് പൊക്കോളും. ഇനി നമുക്കിത് നമ്മൾ കേക്കൊക്കെ ടാപ്പ് ചെയ്തില്ലേ അതേപോലെ നമുക്കിത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പൗഡർ, ഈ കോൺഫ്ലവറും ഇതിൻ്റെ പൗഡറില്ലേ അത് നല്ല പോലെ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം.
കാരണം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് സ്പ്രിങ്കിൾ ചെയ്ത് നമ്മളൊരു 3 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെയെങ്കിലും മിനിമം വെക്കണം. ഒരു 2 മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും നമുക്ക് സെറ്റായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു സ്റ്റിക്കി ഇല്ലാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലത്തെ മാഷ്മെല്ലോസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 hours എങ്കിലും നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കണം. കണ്ടോ, ഇതേപോലെ നമ്മൾ ഇത് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമ്മൾക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. സെറ്റ് ചെയ്തതിന് ശേഷം ഇനി എങ്ങനെയാണ് മാഷ്മെല്ലോസ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 3 hours അല്ലെങ്കിൽ 4 hours, ഞാനിപ്പോൾ ഒരു 3 hours വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 4 മണിക്കൂർ 3 മണിക്കൂർ നോക്കിയിട്ട് ഇപ്പോൾ എങ്ങനെയത് മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മുടെ ഇത് കണ്ടോ, സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇളകി വരും. നമ്മളിത് നോക്കുമ്പോൾ കണ്ടോ നല്ല വിട്ട് വരും. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മളിത് സെറ്റായോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പം നമ്മൾ ആക്കി വെച്ചിരുന്ന പൗഡേർഡ് ആയിട്ടുള്ള സംഭവം ഇതുണ്ട് ഇവിടെ, ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ നൈഫ് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് സൈഡിൽ കൂടി ഒന്ന് വിടിവിച്ച് കൊടുക്കുകയാണ് ഒന്നും കൂടി. അപ്പം ഞാനത് കംപ്ലീറ്റ്ലി ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുടഞ്ഞ് കണ്ടോ, നമ്മുടെ അടിയിൽ ആ പൗഡർ ഇട്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് അടിയിൽ ഇങ്ങനെ ലെയർ ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ടോപ്പ് പോർഷൻ ഇതാണ്. ഇനി നമുക്കിതൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. കുറച്ച് പൗഡർ നമ്മൾ എവിടെയാണോ ഇടുന്നത് അവിടെ കുറച്ച് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചു വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നൈഫിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ പൗഡറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മളിപ്പോൾ ഇതാ 3 പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ കണ്ടോ, നല്ല ജെല്ലി ആയിട്ടുള്ള 3 പീസാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല പ്ലഫിയാണ്. കണ്ടോ, നല്ല പ്ലഫി ആയിട്ടുള്ള മാഷ്മെല്ലോസ് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഈ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം സൈഡൊക്കെ ജസ്റ്റ് ഒരു ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ പീസായിട്ട് മുറിച്ചെടുക്കാം. ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. വീണ്ടും ഞാൻ കത്തി ഒന്ന് ഡിപ്പ് ചെയ്തു, ഇങ്ങനെ ആക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് ഫുള്ളി നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിതെല്ലാം ഒന്ന് വിടിവിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ചിൻ്റെയും ഷുഗർ പൗഡറും കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളി മാഷ്മെല്ലോസ് റെഡി ആയിട്ട് കിട്ടും. മാഷ്മെല്ലോസ് നമുക്ക് അടിപൊളിയായിട്ട് കണ്ടോ, നമ്മുടെ മാഷ്മെല്ലോ ഇവിടെ റെഡിയാണ്. നോക്കൂ, നമ്മുടെ മാഷ്മെല്ലോ കണ്ടോ, നല്ല പ്ലഫി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മാഷ്മെല്ലോസ് ആണ്. ഇത് നമുക്കിനി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഞാനിത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുണ്ടാക്കി. നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള കോമ്പിനേഷനിലുണ്ടാക്കാം. ഇനി ഞാനിതൊന്ന് അറേഞ്ച് ചെയ്ത് ഫോട്ടോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലേറ്റിലേക്ക് വെച്ചാൽ മതി. നമുക്ക് ടൈറ്റ് കണ്ടെയ്നറിൽ മൂടി വെച്ചാൽ തണുത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ ഇത് മുറിക്കുന്നതിന് മുൻപ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. മീൻസ് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. മക്കൾക്കൊക്കെ ഈ മാഷ്മെല്ലോസ് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാ മക്കളും ലോക്ക്ഡൗണിലും വെക്കേഷൻ ടൈമിൽ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പം വേറൊരു നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. Thank you so much for watching my channel. Please do subscribe if you like my recipes. Bye bye. Take care.